പാലക്കാട്ടെ തൊഗാടിയാണ് AK ബാലനെന്ന് KPCC ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യർ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM-നും BJP-ക്കും കോൺഗ്രസ് അധികാരത്തിൽ വരരുത് എന്ന ലക്ഷ്യമാണുള്ളത്. പൊതുലക്ഷ്യത്തിനായി CPM BJP സഹകരണമുണ്ടെന്ന് കൂടി ആരോപിക്കുന്നു. തൃശൂരുമായി തനിക്ക് വൈകാരിക അടുപ്പമുണ്ടെന്നും പാർട്ടി പറഞ്ഞാൽ ഏത് സീറ്റിലും മത്സരിക്കുമെന്നും സന്ദീപ് വാര്യർ മീഡിയ വണ്ണിനോട് പറഞ്ഞു. എല്ലാ തരത്തിലും കോൺഗ്രസ് ഒരുങ്ങിക്കഴിഞ്ഞോ? തീർച്ചയായിട്ടും വളരെ പ്ലാൻഡായിട്ട് താഴെത്തട്ടിൽ വളരെ ഈ കമ്മിറ്റികളൊക്കെ വളരെ സജീവമാക്കിക്കൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് സജ്ജമാവുക, വോട്ടർ പട്ടികയിൽ പേരില്ലാതെ ഒഴിവാക്കപ്പെട്ട അവസാനത്തെ ആളുകളെയും അതിൽ ഉൾക്കൊള്ളിക്കുക, ക്രമക്കേടുകൾ പരമാവധി ഒഴിവാക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തുക, ഇതൊക്കെയാണ് ഇപ്പോൾ പാർട്ടിയുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുമായിട്ട് സജീവമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഈ സന്ദീപ് വാര്യർക്ക് മത്സരിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പാണത്. ഏത് സീറ്റായിരിക്കും? അല്ല, അതെല്ലാം പാർട്ടിയുടെ ഡിസിഷനാണ്. ഞാൻ മത്സരിക്കണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് പാർട്ടിയാണ്. ഈ വ്യക്തിപരമായി അങ്ങനെ ഏതെങ്കിലും ഒരു നാടിനോട്, ഒരു മണ്ഡലത്തോട് അങ്ങനെ ഒരു ഇതുണ്ടോ? പാലക്കാട് എൻ്റെ സ്വന്തം ജില്ലയാണ്. തൃശ്ശൂരുമായി ബന്ധപ്പെട്ട് വൈകാരികമായ വല്ലാത്ത അടുപ്പം തൃശ്ശൂരുമായി ബന്ധപ്പെട്ടുണ്ട്. അവിടെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. പ്രത്യേകിച്ചും സാംസ്കാരിക തലസ്ഥാനം നിലയ്ക്ക് നിരവധി സാംസ്കാരിക പ്രവർത്തനവുമായിട്ടുള്ള ഒരു അടുത്ത ബന്ധമുള്ള ഒരാളെന്ന നിലയ്ക്ക് തൃശ്ശൂരുമായിട്ട് വല്ലാത്ത ഒരു അടുപ്പമുണ്ട്. ഇപ്പോൾ AK ബാലൻ പറഞ്ഞ ഒരു കാര്യമാണ്. അദ്ദേഹം പറഞ്ഞത് UDF അധികാരത്തിൽ വന്നാൽ ആഭ്യന്തരം ഭരിക്കുക ജമാഅത്തെ ഇസ്ലാമിയാണെന്നും മാറാട് കലാപങ്ങൾ ആവർത്തിക്കും എന്നും അടക്കമുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അത് ഒരുപക്ഷെ ഈ സംഘപരിവാർ പോലും പറയാൻ മടിക്കുന്ന കാര്യങ്ങളാണ്. ശ്രീ AK ബാലൻ പാലക്കാട് തൊഗാടിയായി മാറിയിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഈ പ്രസ്താവനയോടുകൂടി. ഇപ്പം നിലവിലെ സാഹചര്യത്തിൽ CPM പിന്തുടരുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് കേരളത്തിൽ സംഘപരിവാറിൻ്റെ ഒരു BPO ബിസിനസ് പോലെ ഏറ്റെടുത്തിരിക്കുകയാണ്. മറുവശത്ത് കോൺഗ്രസ് അധികാരത്തിൽ വരാതിരിക്കുക എന്നുള്ളത് BJP-യുടെ ലക്ഷ്യമാണ്. പൊതു ശത്രു എന്ന് പറയുന്ന രണ്ടു പേർക്കും കോൺഗ്രസ് ആണ്. ഇവിടെ വാസ്തവത്തിൽ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്നത് RSSന് വോട്ട് ചെയ്യുന്നതിന് സമമാണ് എന്ന് കേരളത്തിലെ മതന്യൂനപക്ഷ വിഭാഗങ്ങളടക്കമുള്ള മതേതര വിശ്വാസികൾ മുഴുവൻ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ഷിജു ചിറ്റൂരിനൊപ്പം സാജിദ് ഇസ്മാൽ, മീഡിയ 1 പാലക്കാട്.